പ്രവാസലോകത്തെ വാർത്തകൾ. വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി മസ്കറ്റ് കേരള സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. പ്രവാസി മലയാളികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറും. മസ്കറ്റിൽ നിന്ന് ഇന്ത്യൻ സെക്ടറിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിന്റർ ഷെഡ്യൂൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ ഷെഡ്യൂൾ 2026 മാർച്ച് വരെ തുടരും. മസ്കറ്റ് കൊച്ചി റൂട്ടിൽ പ്രതിവാര സർവീസുകൾ 4 കുറച്ചു. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലുമാകും സർവീസുകൾ. മസ്കറ്റിൽ നിന്ന് പുലർച്ചെ 1:05 പുറപ്പെടുന്ന വിമാനം രാവിലെ 6:10 കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നിന്ന് രാത്രി 11:30 പുറപ്പെട്ട് രാത്രി 1:05 മസ്കറ്റിലെത്തും. മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആഴ്ചയിൽ 4 കുറഞ്ഞു. തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലാവും സർവീസ് നടത്തുക. മസ്കറ്റ് കോഴിക്കോട് സർവീസ് 3 ചുരുങ്ങി. അതേസമയം മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ ആഴ്ചയിൽ 4 ദിവസം സർവീസ് ഉണ്ടാവും. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാകും ഇരുവശത്തേക്കുമുള്ള സർവീസുകൾ. സർവീസുകൾ കുറയുന്നതോടെ ടിക്കറ്റ് നിരക്ക് ഉയരുമെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. ശൈത്യകാല അവധി, ക്രിസ്മസ്, ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ മസ്കറ്റിൽ നിന്നും ഇന്ത്യൻ സെക്ടറിലേക്കുള്ള യാത്രയ്ക്ക് ചെലവേറും. ഇത് പ്രവാസി മലയാളികൾക്ക് വലിയ തിരിച്ചടിയായി മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ 2 മണിക്കൂറിനുള്ളിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിക്കും. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഖത്തർ മുനിസിപ്പാലിറ്റി AI സംവിധാനം നടപ്പിലാക്കി. വിവിധ മേഖലകളിലുടനീളം സർക്കാർ ജോലികളിൽ AI ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനും നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള ഖത്തർ നാഷണൽ വിഷൻ 2030-നും 3ാമത് നാഷണൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക്കും അനുസൃതമായാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽത്താനിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയമാണ് AI പവേർഡ് ബിൽഡിംഗ് പെർമിറ്റ് സിസ്റ്റം ആരംഭിച്ചത്. സാധാരണ 30 ദിവസത്തോളം എടുക്കുന്ന കെട്ടിട നിർമ്മാണാനുമതി ഇനി മുതൽ 2 മണിക്കൂറിനുള്ളിൽ നൽകാൻ കഴിയും. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് AI പരിശോധനയിലൂടെ എളുപ്പം മനസ്സിലാക്കാം. സാങ്കേതിക നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതോടൊപ്പം കൃത്യതയോടെ നടപ്പാക്കാനും സാധിക്കും. നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കെട്ടിട പെർമിറ്റുകൾ നൽകുന്നതിന് പൂർണ്ണമായും സംയോജിത സംവിധാനം അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഖത്തറെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ കാലഹരണപ്പെട്ട സാമ്പത്തിക ലൈസൻസുകൾ പുതുക്കുന്നവർ പിഴ അടയ്ക്കേണ്ട. നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിക്ക് അബുദാബി രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് അതോറിറ്റി തുടക്കമിട്ടു. കാലാവധി കഴിഞ്ഞ് 3 വർഷമോ അതിലധികമോ ആയ സാമ്പത്തിക ലൈസൻസുകൾ പുതുക്കുന്ന നിക്ഷേപകർക്ക് ഇനി പിഴ അടയ്ക്കേണ്ട. ഇത്തരത്തിൽ കാലഹരണപ്പെട്ട ലൈസൻസുകൾ പുതുക്കുന്നവർക്ക് പിഴ കൂടാതെ അവസരം നൽകുന്ന പദ്ധതിക്ക് അബുദാബി രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് അതോറിറ്റി തുടക്കമിട്ടു. നിക്ഷേപകർക്ക് അവരുടെ കാലഹരണപ്പെട്ട ലൈസൻസുകളുടെ സ്ഥിതി എളുപ്പത്തിൽ മെച്ചപ്പെടുത്താനും പിഴ ഒഴിവാക്കാനും ഈ സൗജന്യ കാലയളവ് അവസരം നൽകും. 2010 മുൻപ് കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ ഉള്ള നിക്ഷേപകർക്ക് ഈ വർഷം നവംബറിൽ ലൈസൻസ് പുതുക്കാനോ അല്ലെങ്കിൽ അതിന്റെ നിലവിലെ അവസ്ഥ ക്രമീകരിക്കാനോ അവസരം ലഭിക്കും. ഇവർക്ക് കാലതാമസം വരുത്തിയതിനുള്ള പിഴ പൂർണ്ണമായും ഒഴിവാക്കി നൽകും. 2010 ശേഷം കാലാവധി കഴിഞ്ഞ ലൈസൻസുകളുടെ കാര്യത്തിലുള്ള സമയക്രമം പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാലാവധി കഴിയുന്ന ലൈസൻസുകൾ അബുദാബി നിയമമനുസരിച്ച് കാലഹരണപ്പെട്ട രജിസ്ട്രിയിലേക്ക് മാറ്റപ്പെടും. 3 അതിലധികമോ വർഷത്തേക്ക് പുതുക്കാത്ത ലൈസൻസുകൾ പിന്നീട് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അബുദാബിയിലെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.